ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇന്നലെ നമ്മൾ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ചില്ലി സോയ. അപ്പോൾ സോയ ചങ്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. ഫ്രൈഡ് റൈസിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ചില്ലി സോയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1.25 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ടൈപ്പാണ് കേട്ടോ. വലിയ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. ഇത് നല്ലപോലെ കുതിർന്ന് കിട്ടണം. എന്നിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. അപ്പം നമ്മൾ ആദ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം വെള്ളത്തിലിട്ട് കുതിർക്കാൻ. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ ഉള്ള. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നമ്മുടെ ഈ സോയ ചങ്ക്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടാക്കിയിട്ട് ഞാനിപ്പോൾ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നത്. ഒറ്റ ട്രിപ്പിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഫ്രൈ ആയി കിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു സവാളയുടെ പകുതി ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം അവിടെ വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസുമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. ഞാൻ നല്ല തിക്കായിട്ടുള്ള സോയാ സോസ് ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഒഴിച്ചത്. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വേണം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്തതാണിത്. നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോൺഫ്ലോറും വെള്ളവും മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഈ കോൺഫ്ലോറിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സോയ ചില്ലിക്ക് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ അത് ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ കണ്ടില്ലേ നല്ലൊരു ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതായത് ഉള്ളിത്തണ്ട്. അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ചില്ലിക്കൊക്കെ. സോയ ചില്ലി ആണെങ്കിലും ചിക്കൻ ചില്ലിയൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മുടെ സോയ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ അല്ലാന്നുണ്ടെങ്കിൽ എഗ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ നല്ല ബെസ്റ്റാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സോയ ചങ്ക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ സോയ ചങ്ക്സ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണല്ലോ, നല്ല ഹെൽത്തി റെസിപ്പിയാണല്ലോ. അപ്പോൾ ഇത് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.